അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡിലെ പുതിയൊരു കൺസെപ്റ്റ് പഠിക്കാം. ഈ കൺസെപ്റ്റിന്റെ പേര് ഇൻഹെറിറ്റൻസ് എന്നാണ്. എന്താണെന്നുള്ളത് നമുക്ക് എക്സാമ്പിളിലൂടെ തന്നെ പഠിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ക്ലാസ് ഉണ്ടാക്കാം, ഒരാളെ റെപ്രസെന്റ് ചെയ്യാനുള്ള ക്ലാസ് ആണ്. അപ്പോൾ ഞാൻ ക്ലാസ് ഉണ്ടാക്കുന്ന ക്ലാസിന്റെ പേര് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ കൊടുക്കും. അത് കൺവെൻഷനാണ്. അതിനുശേഷം നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ പറഞ്ഞിരുന്നു, df__init. ആ പേര് അങ്ങനെ തന്നെ കൊടുക്കണം എന്നുള്ള നിർബന്ധമാണ്. അങ്ങനെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യത്തെ പാരാമീറ്റർ സെൽഫ് കൊടുത്തു. പിന്നെ നമുക്ക് പ്രോപ്പർട്ടീസ് എന്തൊക്കെ ഉണ്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ ഒരാൾക്ക് നെയിമും ഏജും ആണെന്നുണ്ടെങ്കിൽ നെയിം ഏജ് നമ്മൾ കോളൻ ഇട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാണ്. സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം, അതേപോലെ തന്നെ സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്തത്, ഒരാളെ റെപ്രസെന്റ് ചെയ്യാനുള്ള ക്ലാസ് ആണ്. ആൾക്ക് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്, നെയിമും ഉണ്ട് ഏജും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് രണ്ടും കൺസ്ട്രക്ടറിൽ ഇങ്ങോട്ട് വാങ്ങിയിട്ട് ആളുടെ പ്രോപ്പർട്ടി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഒരാളെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാം? ഇപ്പോൾ person1 ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ person_1 എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാണ്. അപ്പോൾ person എന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്തൊക്കെ കൊടുക്കണം, നെയിമും ഏജും പാസ് ചെയ്യണം. അപ്പോൾ ഞാൻ അലക്സ് 20 കൊടുത്തു കഴിഞ്ഞാൽ എന്താ ശരിക്കും സംഭവിക്കുക എന്ന് വെച്ചാൽ, ഈ ഒരു ഫംഗ്ഷനാണ് വർക്ക് ആവുക. ഈ ഒരു ഫംഗ്ഷനിൽ നെയിമിലേക്ക് നമ്മൾ അലക്സ് കൊടുത്തു, ഏജിലേക്ക് 20 കൊടുത്തു. അപ്പം സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം എന്ന് പറയുമ്പോൾ സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു അലക്സ് എന്നുള്ള രൂപത്തിൽ, അതായത് person1 ഡോട്ട് നെയിം ഈക്വൽ ടു അലക്സ് എന്നുള്ള രൂപത്തിലാവും. അതുപോലെ തന്നെ സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ് എന്ന് പറയുമ്പോൾ person1 ഡോട്ട് ഏജ് ഈക്വൽ ടു 20. അങ്ങനെ രണ്ട് പ്രോപ്പർട്ടി സെറ്റായി. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ പ്രിന്റ് ചെയ്ത് നോക്കാം. person1ന്റെ നെയിം ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, അലക്സ് വന്നിട്ടുണ്ട്. ഇപ്പം നെയിമിനകരം ഞാൻ ഏജാ കൊടുത്തെങ്കിൽ ഏജ് പ്രിന്റ് ആയി വരും, കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഈ പ്രിന്റിംഗ് മെക്കാനിസം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു, നമുക്ക് __str എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷന്റെ പ്രത്യേകം എന്താ വെച്ചാൽ, നമ്മളിതിനെ സ്ട്രിങ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ എന്താണോ തിരിച്ചു തരുന്നത് അതാണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അത് ആ വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, ആ വീഡിയോ കണ്ടുനോക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫോർമാറ്റഡ് സ്ട്രിങ് ആയിട്ട് സെൽഫ് ഡോട്ട് നെയിം എന്നിട്ട് കോളൻ എന്ത് ചെയ്യാം, സെൽഫ് ഡോട്ട് ഏജ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ person1 അങ്ങോട്ട് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പം അലക്സ് 20 വന്നിട്ട് എന്താ നടന്നത്, നമ്മൾ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേഴ്സന്റെ ഒബ്ജക്റ്റിനെ പ്രിന്റ് ചെയ്യുമ്പോൾ ഈ str ഫംഗ്ഷൻ എന്താണോ തിരിച്ചു തരുന്നത് അതാണ് ഇവിടെ കൊണ്ടുപോയി ഫിറ്റ് ആയി കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, പേര് കോളൻ ഏജ്. അതുകൊണ്ടാണ് ഇവിടെ പേര് കോളൻ ഏജ് എന്ന്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് അധികം പറയാത്തത്. ഓക്കെ, നമ്മൾ ക്ലാസ് എങ്ങനെ ഉണ്ടാക്കാം, ഒബ്ജക്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ പഠിച്ചു. ഞാൻ പുതിയൊരു ക്ലാസ് ഉണ്ടാക്കാണ്. ഞാൻ എന്താണ്, എംപ്ലോയി എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ടാക്കാണ്. അതായത് ഒരു എംപ്ലോയിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ df കൺസ്ട്രക്ടർ കൊടുക്കുകയാണ്, ഇനിറ്റ്, എന്നിട്ട് സെൽഫ് ഉണ്ടാവും. എംപ്ലോയിക്ക് എന്തൊക്കെ കൊടുക്കുകയാണ്, നെയിമും ഉണ്ട് ഏജും ഉണ്ട്. തൽക്കാലത്തേക്ക് ഒരു എക്സ്ട്രാ പ്രോപ്പർട്ടി സാലറി കൊടുക്കാം. എന്നിട്ട് നമുക്ക് പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാം. സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം, അതേപോലെ തന്നെ എന്ത് ചെയ്യാം, സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ്, സെൽഫ് ഡോട്ട് സാലറി ഈക്വൽ ടു സാലറി. നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ str മെത്തഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ഇതിലും എഴുതി കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, str കൊടുക്കാം. str എന്താ തരേണ്ടത്, ഒരു സ്ട്രിങ് ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. അതിനകത്ത് നമുക്ക് സെൽഫ് ഡോട്ട് നെയിം കോളൻ സെൽഫ് ഡോട്ട് ഏജ് കോളൻ സെൽഫ് ഡോട്ട് സാലറി, ഇത് മൂന്നും തരുന്ന രൂപത്തിൽ ഒരു str ഫംഗ്ഷനും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം ഒരു എംപ്ലോയിനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ഉണ്ടാക്കാം, നമ്മൾ പേഴ്സണൊക്കെ ഉണ്ടാക്കിയ പോലെ തന്നെ employee1 എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന സമയത്ത് എന്തൊക്കെ പാസ് ചെയ്യണം, നെയിമും പാസ് ചെയ്യണം, ഏജും പാസ് ചെയ്യണം, സാലറിയും പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ നെയിം അലക്സ് കൊടുക്കുകയാണ്, ഏജ് 20 കൊടുക്കുകയാണ്, സാലറി ഒരു 20,000 കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം employee1നെ. ഇനി ഒന്ന് റൺ ചെയ്യാം. അപ്പോൾ കണ്ടോ, അലക്സ് 20,000 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, പുതിയൊരു ക്ലാസ് ഉണ്ടാക്കിയാണ്, ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല, സിമ്പിൾ ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഈ എംപ്ലോയി എന്ന് പറയുന്ന ഈ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ എന്താ, പേഴ്സൺ എന്നുള്ള ക്ലാസ് പോലെ തന്നെ അല്ലേ. പേഴ്സണിൽ നെയിമും ഏജും ഉണ്ട്, എംപ്ലോയിൽ സാലറി എന്നുള്ള ഒരു പ്രോപ്പർട്ടി എക്സ്ട്രാ ഉണ്ട്, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അതായത് ഈ പേഴ്സണും എംപ്ലോയിയും തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ. എന്താ ബന്ധം, എല്ലാ എംപ്ലോയിയും ശരിക്കും ഒരു പേഴ്സൺ അല്ലേ. അതായത് ഒരു പേഴ്സൺ ഉണ്ടാവുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ എംപ്ലോയിക്കുണ്ട്. പക്ഷെ എംപ്ലോയിക്ക് എന്താ എക്സ്ട്രാ ആയിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് മാത്രമേ വ്യത്യാസം. അപ്പം നമ്മൾ അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇത്രയും കോഡ് ഉണ്ടല്ലോ, അതായത് നെയിം ഏജ് പിന്നെ പ്രിന്റ് ചെയ്യുന്ന കോഡ്, അത് നമുക്ക് പേഴ്സണിന്ന് എംപ്ലോയിയിലോട്ട് ഇങ്ങോട്ട് എടുക്കാം. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്ലാസ്സിനെ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇതിൽ ഓൾറെഡി നെയിമും ഏജും സെറ്റ് ചെയ്യാനുള്ള കോഡും പ്രിന്റ് ചെയ്യാനുള്ള കോഡൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ വീണ്ടും ഇതിനകത്ത് അത് എഴുതുന്നതിൽ അർത്ഥമില്ല, കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പേഴ്സൺ എന്നുള്ള ക്ലാസ്സിൽ നിന്ന് കുറച്ച് കോഡ് ഇങ്ങോട്ട് എടുക്കുകയാണ് എംപ്ലോയിയിലേക്ക്. അതായത് നമ്മൾ വിളിക്കാൻ എംപ്ലോയിനെ പേഴ്സൺ എന്നുള്ള ക്ലാസ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യാന്ന് വിളിക്കാം.
അപ്പോൾ നമ്മൾ ഇൻഹെറിറ്റൻസ് എന്നൊക്കെ സാധാരണ നമ്മൾ റിയൽ ലൈഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു അച്ഛന് മകനിലേക്ക് കുറേ പ്രോപ്പർട്ടീസ് കിട്ടിയിട്ടുണ്ടാവും ഇൻഹെറിറ്റ് ചെയ്തിട്ട്, അല്ല അമ്മയിൽ നിന്ന് കുറേ പ്രോപ്പർട്ടീസ് കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ എന്താണ് പേഴ്സണിന് കുറേ പ്രോപ്പർട്ടീസ് എംപ്ലോയിലേക്ക് കൊടുക്കണം. അപ്പോൾ ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ക്ലാസ്സിൽ ഉണ്ടാക്കുമ്പോൾ പേര് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും. ഫംഗ്ഷനൊക്കെ കൊടുക്കുന്ന പോലെ ബ്രാക്കറ്റ് കൊടുക്കാൻ പറ്റും. ഡീഫോൾട്ടായിട്ട് ആവശ്യമില്ല, കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബ്രാക്കറ്റ് കൊടുക്കണം. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, പേഴ്സൺ എന്ന് കൊടുക്കാം. ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ഈ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ് ശരിക്കും പറഞ്ഞാൽ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യാം. അതായത് എല്ലാ എംപ്ലോയിയും ശരിക്കും ഒരു പേഴ്സൺ ആണ്, പക്ഷേ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ ഉണ്ട് എന്ന് മാത്രം. നമുക്കറിയാം എല്ലാ എംപ്ലോയിയും മനുഷ്യന്മാരാണ്, എല്ലാ മനുഷ്യന്മാർക്കും പേര് ഏജും ഉണ്ടാവും. അതാണ് ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എംപ്ലോയി എന്നുള്ള ക്ലാസ് പേഴ്സൺ എന്നുള്ള ക്ലാസ്സിന് എന്ത് ചെയ്യാണ്, ഇൻഹെറിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തണം. അതായത് നമ്മളിവിടെ എന്ത് ചെയ്യാണ്, നെയിമും ഏജും ഇവിടെ മാനുവലി ഇങ്ങനെ സെറ്റ് ചെയ്യണം അല്ലേ. സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം, സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ് ഇവിടെ ഇങ്ങനെ മാനുവലി സെറ്റ് ചെയ്യണം. പക്ഷെ നമുക്കറിയാം എന്തിൽ സെറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ പേഴ്സൺ എന്നുള്ള ക്ലാസ്സിൽ ഇനീറ്റ് എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്ത് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നെയിമും ഏജും സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റും സെയിം അല്ലേ, അതായത് ഈ രണ്ട് ലൈനും സെയിം സാധനമല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫംഗ്ഷനെ ഇവിടെ അങ്ങോട്ട് വിളിച്ചാൽ മതി. അതായത് ഇതിന് പകരം നമുക്ക് ഈ ഫംഗ്ഷനെ വിളിച്ചാൽ മതി. നമുക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്താ വെച്ചാൽ നിങ്ങൾ സൂപ്പർ എന്ന് വിളിക്കാം. ഒരു ഫംഗ്ഷനെ പോലെ സൂപ്പറെ എന്ന് വിളിക്കാം. സൂപ്പർ എന്ന് വിളിച്ചാൽ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ശരിക്കും അച്ഛനെ വിളിക്കണ കാര്യമാണ്. അതായത് എംപ്ലോയിന്റെ മേലുള്ള ആളെ ഏതാണ് അയാളെ വിളിക്കാം. സൂപ്പറെ എന്ന് വിളിച്ചാൽ എംപ്ലോയിന്റെ മേലെ ആളുള്ള പേഴ്സൺ ആണുള്ളത്. അപ്പോൾ ശരിക്കും പേഴ്സണെ കിട്ടും. എനിക്ക് ഇനീറ്റ് ഫംഗ്ഷനെ വേണമെന്നുണ്ടെങ്കിലോ ഡോട്ട് എന്ന് കിട്ടാൽ മതി, ഇനീറ്റ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ സൂപ്പറേന്ന് വിളിച്ചു. സൂപ്പറേന്ന് വിളിച്ചപ്പോൾ നമ്മൾ എംപ്ലോയി എന്നുള്ള ക്ലാസ് പേഴ്സൺ എന്നുള്ള ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്തതാണ്. അതായത് പേഴ്സൺ എന്നുള്ള ക്ലാസ്സിന്റെ ചൈൽഡ് ക്ലാസ് ആണ് എംപ്ലോയി നമ്മൾ വിളിക്കുക. അപ്പം നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പേഴ്സൺ എന്നുള്ള ക്ലാസ്സിന് കുറച്ച് കോഡ് നമ്മൾ എംപ്ലോയിയിൽ റീയൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ഈ റിപ്പീറ്റേഷൻ വരുന്ന സാധനം, ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ എന്ത് ചെയ്തു, സൂപ്പർ എന്നിട്ട് ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന പോലെ വിളിച്ചു, എന്നിട്ട് ഡോട്ട് ഇനീറ്റ് വിളിച്ചു. ഡോട്ട് ഇനീറ്റ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ ഈ ഫംഗ്ഷനാണ് വർക്ക്. ഇതിലേക്ക് സെൽഫും വേണം, നെയിമും വേണം, ഏജും വേണം. പക്ഷെ നമ്മൾ സൂപ്പറേന്ന് വിളിച്ചത് കൊണ്ട് സെൽഫിനെ പൈത്തണ് പാസ് ചെയ്തോളൂ. അതായത് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഇനീറ്റിലേക്ക് നെയിമും ഏജും മാത്രം കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെയിം ഇവിടെ കിട്ടിയ നെയിം അങ്ങോട്ട് പാസ് ചെയ്യാം, ഏജ് ഇവിടെ കിട്ടിയ ഏജ് അങ്ങോട്ട് പാസ് ചെയ്യാം. എന്താ ശരിക്കും നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പറേന്ന് വിളിക്കുന്ന സമയത്ത് മേലത്തെ ക്ലാസിന്റെ ഇനിറ്റ് ഫംഗ്ഷനാണ് വർക്ക് ആവുക. സൂപ്പർ ഡോട്ട് ഇനിറ്റ് എന്നാണല്ലോ വിളിക്കുന്നത്. സൂപ്പർ എന്ന് വിളിച്ചാൽ നമ്മൾ പറഞ്ഞു ഈ ക്ലാസ് ആണ് വരിക. അപ്പോൾ അതിന്റെ ഇനീറ്റിനെ വിളിച്ചു, അതിലേക്ക് നെയിം ഏജും പാസ്സായി. അപ്പോൾ ഇത് വർക്കായി കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ വർക്കാവും. അപ്പോൾ ഇതിൽ എന്തുണ്ട്, സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ നെയിം, സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ഏജ് സെറ്റ് ചെയ്യാനുള്ള കോഡ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്, നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഈ സാധനം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയാണല്ലോ ചെയ്തിരുന്നത്. അതായത് നേരത്തെ നമ്മൾ ഈ സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ നെയിം, സെൽഫ് ഡോട്ട് ഏജ് ഈക്വൽ ഏജ് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തായിരുന്നു. പക്ഷെ ഇവിടെ എന്താ അതേ സാധനം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മൾ സൂപ്പർ ഡോട്ട് ഇനിറ്റ് നെയിമും ഏജും കൊടുത്തു. അപ്പോൾ സൂപ്പറേന്ന് ഫംഗ്ഷനെ പോലെ വിളിക്കുക, എന്നിട്ട് ഡോട്ട് ഇനിറ്റ് പറയാം, എന്നിട്ട് ഇനിറ്റിന് സാധാരണ സെൽഫും പിന്നെ പ്രോപ്പർട്ടീസും ആണ്. ആ സെൽഫിനെ പൈത്തണ് പാസ് ചെയ്തോളും. കാര്യം എന്താ, നമ്മൾ സൂപ്പറേന്ന് വിളിച്ചുകൊണ്ട് സെൽഫിനെ പൈത്തണ് പാസ് ചെയ്തോളും, എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ പാസ് ചെയ്യും, നെയിമും ഏജും പാസ് ചെയ്യണം. ഇനി ഈ ഒരു ക്ലാസിന്റെ എക്സ്ട്രാ ആയിട്ടുള്ള പ്രോപ്പർട്ടി നമ്മൾ ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്യണം. അതായത് എംപ്ലോയിയിൽ എക്സ്ട്രാ ആയിട്ട് സാലറി ഉള്ളതുകൊണ്ട് അത് നമ്മളിവിടെ സെറ്റ് ചെയ്യണം. നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ ഈ STR ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇത് എന്ത് തരുന്നുണ്ട്, സെൽഫ് ഡോട്ട് നെയിമും സെൽഫ് ഡോട്ട് ഏജും തരുന്നുണ്ട്. അതായത് ഇത്രയും സാധനം മേലെയുണ്ട് കണ്ടോ, ഇതേ സാധനം സെയിം ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ ഉപയോഗിച്ചിട്ട് കൊടുക്കാം. അതായത് ഞാൻ സൂപ്പർ എന്ന് പറഞ്ഞ ഇവിടെ വിളിക്കുകയാണേ, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്, STR വിളിക്കുകയാണ്. അപ്പൊ എന്താ നടക്കാന്ന് വെച്ചാല് സൂപ്പർ ഡോട്ട് STR എന്നുള്ള മെത്തേഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ തരാം, സെൽഫ് ഡോട്ട് നെയിമും സെൽഫ് ഡോട്ട് ഏജും ഉള്ള ഒരു കോളം സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള സാധനം തരും. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊണ്ടുപോയിട്ട് എന്താക്കും, പേസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പം പഴയ പോലെ തന്നെ ആയില്ലേ. അപ്പോൾ അതാണ് നടക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കോഡ് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം, എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ കണ്ടോ, അലക്സ് 20,000. നമ്മൾ ഇതിൽ എവിടെയെങ്കിലും അലക്സ് 20,000 എഴുതാനുള്ള കോഡ് ഇതിൽ കൊടുത്തിട്ടുണ്ടോ? അതേപോലെ തന്നെ നെയിമും ഏജും സെറ്റ് ചെയ്യാനുള്ള കോഡ് ഇതിൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നമ്മൾ എംപ്ലോയി എന്നുള്ള ക്ലാസ് നമുക്ക് വളരെ ചെറുതായില്ലേ. അപ്പോൾ ചെറുതായ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു, പേഴ്സൺ എന്നുള്ള ക്ലാസ്സിൽ നിന്ന് കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ റീയൂസ് ചെയ്തു. എങ്ങനെ റീയൂസ് ചെയ്യുക, നമ്മൾ ക്ലാസിന്റെ പേര് പറഞ്ഞതിന് ശേഷം ബ്രാക്കറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ക്ലാസിന്റെ പേര് പറയാം. ആ പ്രോസസ്സ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കും. അതായത് വേറൊരു ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഈ ക്ലാസ്സിലേക്ക് കുറച്ച് കോഡിനെ കടമെടുക്കുകയാണ്. അപ്പൊ കടമെടുക്കുന്ന സമയത്ത്
നമ്മൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ കൊടുത്താൽ മാത്രം നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഹെറിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് നമ്മൾ സാധാരണ പ്രോപ്പർട്ടീസ് ഒക്കെ സാധാരണ പോലെ വാങ്ങിക്കണം. പക്ഷെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള പ്രോപ്പർട്ടി മാത്രം ഇവിടുന്ന് സെറ്റ് ചെയ്താൽ മതി. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ എ എന്ന് വിളിച്ചാൽ ഇതിന്റെ അച്ഛനെ കിട്ടും, അതായത് ഇതിന്റെ മേലുള്ള ക്ലാസ്സിനെ കിട്ടും. അത് ഡോട്ട് ഇനീറ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൺസ്ട്രക്ടർ കിട്ടി അതിലേക്ക് പാസ് ചെയ്താൽ മതി. അതായത് നെയിമും ഏജും നമുക്കറിയാം പേഴ്സണിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ കോഡ് വർക്ക് ചെയ്തിട്ട് ആ പ്രോപ്പർട്ടി അങ്ങ് സെറ്റ് ആയിക്കോളും. അതായത് നമ്മൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള പ്രോപ്പർട്ടി, അതായത് സാലറി എന്നുള്ള പ്രോപ്പർട്ടി എംപ്ലോയിക്ക് എക്സ്ട്രാ ആയിട്ട് വന്നതാണ്, അത് നമ്മൾ ഇവിടെ മാനുവലി സെറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടെ STR ഫംഗ്ഷൻ ഉണ്ട്. STR ഫംഗ്ഷനകത്ത് നമുക്കറിയാം നെയിമും ഏജും ഇവിടെ നമ്മൾ മാനുവലി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, സൂപ്പർ എ എന്ന് വിളിച്ചാൽ മേലത്തെ ആളെ കിട്ടും. അതിന്റെ STR ഫംഗ്ഷനെ വിളിച്ചാൽ ഞാൻ എന്ത് സംഭവിക്കാം, ഈ നെയിമും ഏജും ഉള്ള സാധനം ഇങ്ങനെ കിട്ടും. അപ്പം അത് ശരിക്കും ഇവിടെ വെച്ച് റീപ്ലേസ് ആയിക്കോളും. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ സാലറി ഇവിടെ കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എത്ര ക്ലാസ്സിന് വേണമെങ്കിൽ, ഇനിയിപ്പോൾ എംപ്ലോയിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാനേജർ മറ്റു വേറെ ക്ലാസ് ഉണ്ടാക്കുക. എങ്ങനെയാ, ക്ലാസ് മാനേജർ എന്ന് പറഞ്ഞിട്ട് മറ്റേ എംപ്ലോയി ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനും കൺസ്ട്രക്ടർ കൊടുക്കാം, ഇതിനും ഫംഗ്ഷൻസ് ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇൻഹെറിറ്റൻസ് മനസ്സിലാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് പുതിയൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം കേട്ടോ. ഇതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് നോക്കാം കേട്ടോ. ആകെ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്ലാസ്സിന് ഉണ്ടാക്കുന്നു, വേറെ ക്ലാസ്സിന് ഉണ്ടാക്കുമ്പോൾ നേരത്തെ ഉണ്ടാക്കിയ ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസ് റീയൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിന്റെ പേര് പറഞ്ഞതിന് ശേഷം ബ്രാക്കറ്റിനകത്ത് മേലത്തെ ക്ലാസ്സിന്റെ പേര് പറയുന്നു. അപ്പോൾ ആ ക്ലാസ് നമുക്ക് പ്രോപ്പർട്ടീസും ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെ ഉപയോഗിക്കാം, ഇപ്പോൾ കൺസ്ട്രക്ടറിന്റെ അകത്ത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ സൂപ്പർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മേലത്തെ ക്ലാസ്സിന് കിട്ടും. അതിന്റെ കൺസ്ട്രക്ടർ നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പം ഈ സാധനങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് എവിടെയും ഉപയോഗിക്കാം കേട്ടോ. വേറെ ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനത് മനസ്സിലാൻ വേണ്ടിയിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഒരു സാധനത്തെ നോക്കാം അല്ലെ. അതായത് ചതുരം. ചതുരത്തിന് എന്തുണ്ട്, നീളമുണ്ട്, വീതിയുണ്ട് അല്ലെ, ലെങ്ത്തും ഉണ്ട്, ബ്രെഡ്ത്തും ഉണ്ട്. അപ്പം ഒരു ചതുരം ഉണ്ട്, ചതുരത്തിന് എന്തുണ്ട്, നീളമുണ്ട്, വീതിയുണ്ട്, കുഴപ്പമില്ല. ഇനി ഒരു സമചതുരമാണെങ്കിലോ, സമചതുരത്തിന്റെ പ്രത്യേകത എന്താ, സമചതുരം ഒരു ചതുരമാണ്, പക്ഷെ അതിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നീളവും വീതിയും സെയിം ആയിരിക്കും, ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കത് ഇങ്ങനെ ഒബ്ജക്റ്റ് ഓറിയന്റഡിൽ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെക്ടാങ്കിൾ റെപ്രസെന്റ് ചെയ്യാനുള്ള ക്ലാസ് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം, ക്ലാസ് റെക്ടാങ്കിൾ എന്നിട്ട് ക്ലാസ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് കൺസെപ്റ്റ് എഴുതി കൊടുക്കാം. സെൽഫ് നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത് ബ്രെഡ്ത്തും. എന്നിട്ട് നമുക്ക് സെൽഫ് ഡോട്ട് ലെങ്ത് ഈക്വൽ ടു ലെങ്ത്, അതേപോലെ തന്നെ സെൽഫ് ഡോട്ട് ബ്രെഡ്ത്ത് ഈക്വൽ ടു ബ്രെഡ്ത്ത്. അപ്പോൾ നമ്മൾ ഒരു റെക്ടാങ്കിൾ റെപ്രസെന്റ് ചെയ്യാനുള്ള ക്ലാസ് ഉണ്ടാക്കി. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു STR ഫംഗ്ഷന് കൂടെ കൊടുത്തേക്കാം, STR ഫംഗ്ഷൻ കൊടുത്തേക്കാം. എന്നിട്ട് അത് റിട്ടേൺ നമുക്ക് ഫോർമാറ്റഡ് സ്ട്രിംഗ് ആയിട്ട് റെക്ടാങ്കിൾ, എന്നിട്ട് ബ്രാക്കറ്റിൽ നമുക്ക് സെൽഫ് ഡോട്ട് ലെങ്ത് സെൽഫ് ഡോട്ട് ബ്രെഡ്ത്ത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ചതുരത്തിന് റെപ്രസെന്റ് ചെയ്യാനുള്ള ക്ലാസ് ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. ലെങ്ത്തും ബ്രെഡ്ത്തും വാങ്ങിയിട്ട് ചതുരത്തിന് റെപ്രസെന്റ്. പിന്നെ അത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രിംഗ് ആയിട്ട് കാണിക്കുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യുന്നത് വേണം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാനൊരു റെക്ടാങ്കിളിനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. റെക്ടാങ്കിൾ ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, റെക്ടാങ്കിൾ എന്നുള്ള ക്ലാസ്സിനെ ഉപയോഗിക്കാം. എന്നിട്ട് 10ഉം 5ഉം 10 ലെങ്ത്തും 5 ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് റെക്ടാങ്കിൾ നമുക്കൊന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ റെക്ടാങ്കിൾ ഓഫ് 10,5 വരുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാലേ, ഇതിനകത്ത് റെക്ടാങ്കിളിലെ ഏരിയ കണ്ടുപിടിക്കാൻ ഒരു ഫംഗ്ഷൻ എഴുതും. അപ്പോൾ ഒരു റെക്ടാങ്കിളിലെ ഏരിയ എന്താ, സിമ്പിൾ ആണല്ലേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. അപ്പോൾ നമ്മൾ DF ഏരിയ സെൽഫ് വേണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ സെൽഫ് ഡോട്ട് ലെങ്ത് ഇൻറ്റു സെൽഫ് ഡോട്ട് ബ്രെഡ്ത്ത്. അതായത് നമുക്ക് ഈ റെക്ടാങ്കിളിന് ഏരിയ വേണമെന്നുണ്ട്, ഡോട്ട് ഏരിയ എന്നുള്ള ഫംഗ്ഷനെ വിളിച്ചാൽ മതിയാവും. വിളിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയിട്ട് 10 × 5 50 കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി പെരിമീറ്റർ ആണെങ്കിൽ പെരിമീറ്ററും വേണമെങ്കിൽ നമുക്ക് എന്ത് ഇതേപോലെ ഒരു ഫംഗ്ഷൻ എഴുതി വെക്കാം. DF പെരിമീറ്റർ സെൽഫിന് എടുക്കും. എന്നിട്ട് റിട്ടേൺ 2 ഇൻറ്റു എന്നിട്ട് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഇതാണ് പെരിമീറ്റർ. 2 ഇൻറ്റു സെൽഫ് ഡോട്ട് ലെങ്ത് പ്ലസ് ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്തിട്ട് 2 പ്രാവശ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, പെരിമീറ്റർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വേണം പെരിമീറ്റർ ഇവിടെ പ്രിന്റ് ചെയ്ത് നോക്കാം. 30 ഇട്ടുണ്ട്. ഓക്കെ, 10, 5, 15, 15, 15, 30, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു റെക്ടാങ്കിൾ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ക്ലാസ് ഉണ്ടാക്കി. ക്ലാസ്സിനകത്ത് പ്രോപ്പർട്ടീസും ഫംഗ്ഷനാലിറ്റീസും ഒക്കെ ഉണ്ട് കേട്ടോ. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്കറിയാം ഒരു സ്ക്വയർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, റെക്ടാങ്കിൾ ആണ്. അപ്പം എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്ത് ഒരു സ്ക്വയർ ആക്കി മാറ്റാം. എങ്ങനെയാ, സ്ക്വയറിന്റെ പ്രത്യേകം എന്താ, ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ സെയിം ആയിരിക്കും, അതാണ് സ്ക്വയർ. അപ്പം 10 കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു ക്ലാസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. അതായത് ക്ലാസ് സ്ക്വയർ. നമുക്ക് കൺസ്ട്രക്ടർ എഴുതി കൊടുക്കാം, ഇനിറ്റ് സെൽഫ്. എന്നിട്ട് സ്ക്വയറിന് ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആയിരിക്കും, അതായത് നീളവും വീതിയും സെയിം ആയിരിക്കും. അതുകൊണ്ടാണല്ലോ സമചതുരാകുന്നത്. അതുകൊണ്ട് നമുക്കൊരു ലെങ്ത്ത് മാത്രം എടുത്താൽ മതി.
ഓക്കെ. എന്നിട്ട് നമുക്ക് സെൽഫ് ഡോട്ട് ലെങ്ത് ഈക്വൽ ടു ലെങ്ത്. ഓക്കെ. ഇനി ഇതിനും ഇതേപോലെ തന്നെ പെരിമീറ്റർ, ഏരിയ, STR ഫംഗ്ഷൻ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ STR ഫംഗ്ഷൻ കൊടുക്കാന്ന് വിചാരിച്ചു. df str കൊടുക്കാണ്. ഓക്കെ. എന്നിട്ട് റിട്ടേൺ അടിക്കണം. എന്ത് ഫോർമാറ്റഡ് ആയിട്ട് സ്ക്വയർ, എന്നിട്ട് ബ്രാക്കറ്റിൽ സെൽഫ് ഡോട്ട് ലെങ്ത് ഒന്ന് മാത്രം മതി. സമചതുരായതുകൊണ്ട് ഒരു ഇത് മാത്രം പറഞ്ഞാൽ മതിയാവും. അപ്പൊ നമുക്കറിയാം ഇതിനും പെരിമീറ്റർ ഉണ്ട്, ഏരിയ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ഇവിടെ കൊടുക്കാം. അതായത് df ഏരിയ വേണമെങ്കിൽ കൊടുക്കാം. അതായത് റിട്ടേൺ സെൽഫ് ലെങ്ത് ഇൻറ്റു സെൽഫ് ഡോട്ട് ലെങ്ത്. അതേപോലെ തന്നെ പെരിമീറ്റർ വേണമെങ്കിലും കൊടുക്കാം. റിട്ടേൺ 4 ഇൻറ്റു സെൽഫ് ഡോട്ട് ലെങ്ത്, അല്ലെങ്കിൽ 2 ഇൻറ്റു സെൽഫ് ഡോട്ട് ലെങ്ത് പ്ലസ് സെൽഫ് ഡോട്ട് ലെങ്ത് എന്നൊക്കെ കൊടുക്കാം. ഞാൻ അത് കുറച്ചും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താണ്. ഒരു സ്ക്വയറിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ക്ലാസ് നമ്മൾ ഉണ്ടാക്കി. എന്നിട്ട് നമുക്ക് സ്ക്വയറിനെ ഉണ്ടാക്കണുണ്ട്. സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ, എന്നിട്ട് എന്ത് ചെയ്യാം 10 ഉള്ള നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. നമ്മൾ സ്ക്വയറിനെ പ്രിന്റ് ചെയ്ത് നോക്കാണ്. സ്ക്വയർ ഓഫ് 10 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 10 ഉള്ള സ്ക്വയറിന്റെ ഏരിയ 100 കിട്ടുന്നുണ്ട്. ഇനി പെരിമീറ്റർ ആണെങ്കിലോ പെരിമീറ്റർ നോക്കാം, 40 ഇട്ടിട്ടുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം എല്ലാ സ്ക്വയറും റെക്ടാങ്കിൾ ആണല്ലേ. ആകെ വ്യത്യാസം എന്താ? സ്ക്വയറിനകത്ത് ലെങ്ത് ബ്രെഡ്ത്ത് സെപ്പറേറ്റ് ഉണ്ടാവില്ല, രണ്ടും സെയിം ആയിരിക്കും. ബാക്കിയൊക്കെ സെയിം ആണ്. പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണെങ്കിലും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണെങ്കിലും ഒക്കെ സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ക്വയറിനെ റെക്ടാങ്കിൾ എന്നുള്ള ക്ലാസ് അങ്ങോട്ട് ഇൻഹെറിറ്റ് ചെയ്യാം. റെക്ടാങ്കിൾ. അപ്പോൾ നമ്മൾ എന്താ ഇപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ സ്ക്വയർ എന്നുള്ള ക്ലാസ് റെക്ടാങ്കിൾ എന്നുള്ള ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്യാണ്. ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്താ നമുക്കിനി ഈ സുഖം, ഇതിനകത്തുള്ള ഫംഗ്ഷൻസ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് കൺസ്ട്രക്ടറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ ലെങ്ത് എന്നുള്ള പ്രോപ്പർട്ടി സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സ്ക്വയർ റെക്ടാങ്കിളിലൊക്കെ കിട്ടും. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനീറ്റ് വിളിക്കാം. അതിൽ ഇനീറ്റ് എന്തൊക്കെ വേണോ, ലെങ്ത്തും ബ്രെഡ്ത്തും വേണം. ലെങ്ത് ഇവിടെ ഉണ്ട്, ബ്രെഡ്ത്ത് നമ്മളതിൽ ഇല്ലല്ലോ. എന്താ സ്ക്വയറിന്റെ കേസിൽ ബ്രെഡ്ത്ത് ലെങ്ത് ഒക്കെ സെയിം ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത് തന്നെ അങ്ങോട്ട് പാസ് ചെയ്യാം. അപ്പം സൂപ്പർ എന്ന് വിളിച്ച് നമുക്ക് എന്ത് ചെയ്ത് നമ്മൾ റെക്ടാങ്കിളിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് സ്ക്വയറിന്. അതുകൊണ്ട് തന്നെ നമുക്ക് കൺസ്ട്രക്ടർ നമ്മൾ ഇങ്ങനെ കൊടുത്തു. ഇങ്ങനെ കൊടുത്താൽ ശരിക്കും എന്താ സംഭവിക്കാം, സൂപ്പർ എന്നിട്ട് ഇനീറ്റ് വിളിച്ച് അതിലേക്ക് ലെങ്ത് കോമ ലെങ്ത് പാസ് കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് ലെങ്ത് ഒക്കെ ഇവിടെ നമ്മൾ പാസ് ചെയ്ത വാല്യൂ, ഇപ്പോൾ ഇവിടുത്തെ കേസിൽ 10 ആണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ 10 ആയിട്ടാണ് പാസ് ആവുന്നത്. ഇനി നമുക്ക് ഈ പെരിമീറ്ററും ഏരിയ അങ്ങോട്ട് ഒഴിവാക്കാം. STR അവിടെ നിന്നോട്ടെ, കാര്യം ഇത് സ്ക്വയർ എന്നുള്ള പേര്, ഇത് റെക്ടാങ്കിൾ എന്ന പേരാണ്. അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്ക്വയറിനകത്ത് നേരത്തെ കുറേ കോഡ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത്ര കോഡ് മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് ജസ്റ്റ് വീണ്ടും സ്ക്വയറിനെ പ്രിന്റ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ സ്ക്വയറിന്റെ ഏരിയ പ്രിന്റ് ചെയ്ത് നോക്കാം, സ്ക്വയറിന്റെ പെരിമീറ്റർ പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടോ എല്ലാ സാധനങ്ങളും വർക്ക് ആവുന്നുണ്ട്. ഹലോ, കോഡ് വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് നടന്നത്, നമ്മൾ ഇൻഹെറിറ്റൻസ് ഉപയോഗിച്ചാണ്. ഇൻഹെറിറ്റൻസ് എങ്ങനെ ഉപയോഗിക്കുക, ഒന്നുമില്ല. നമ്മളൊരു ക്ലാസ് ഉണ്ട്, അതായത് ഇവിടെ റെക്ടാങ്കിൾ എന്ന ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ്സിന്റെ കുറേ പ്രോപ്പർട്ടീസ് നമുക്ക് സ്ക്വയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏരിയ പെരിമീറ്റർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ എവിടെയെങ്കിലും ഏരിയ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടോ, പെരിമീറ്റർ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടോ? ഇല്ല. അത് എവിടെ നിന്നാണ് കിട്ടിയത്, അത് മേലത്തെ ക്ലാസ് നിന്ന്, അതായത് അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വന്നത്, അതായത് സൂപ്പർ ക്ലാസ് നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയതാണ്. അതായത് റെക്ടാങ്കിൾ എന്നുള്ള ക്ലാസ്സിൽ നിന്ന് സ്ക്വയർ എന്നുള്ള ക്ലാസ്സിലേക്ക് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയതാണ് നമ്മൾ വിളിക്കുക. അതായത് ഇവിടെയുള്ള ഈ രണ്ട് ഫംഗ്ഷൻസ് നമുക്ക് എന്താ ഈ ഒരു സ്ക്വയർ എന്നുള്ള ക്ലാസ്സിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മളിവിടെ കൺസ്ട്രക്ടറിന്റെ നമ്മൾ ജസ്റ്റ് അതിനൊന്ന് മോഡിഫൈ ചെയ്തിട്ട് പുതിയൊരു ലെങ്ത് തന്നെ 2 പ്രാവശ്യം പാസ് ചെയ്തിട്ട് കൊടുത്തതാണ്. പിന്നെ അതേപോലെ തന്നെ STR ഫംഗ്ഷൻ നമുക്ക് ഇത് സ്ക്വയർ എന്നാണ് കാണിക്കണം, നമുക്ക് റെക്ടാങ്കിൾ കാണിച്ചൊരു സുഖം ഉണ്ടല്ലോ, അതുകൊണ്ട് അത് നമ്മൾ മാറ്റിക്കൊടുക്കും. ഇവിടെ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇൻഹെറിറ്റൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൈത്തണിൽ കാണുന്ന പല കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ പല ഫ്രെയിം വർക്കുകളൊക്കെ ഉപയോഗിക്കും, അതിനകത്തൊക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ചെയ്ത് നോക്കാം. ഇനി മനസ്സിലായ ആൾക്കാർ താഴെ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഏതെങ്കിലും സ്വന്തമായിട്ട് എക്സാമ്പിൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ.